നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഗായ്സ്. നമുക്ക് സ്പേസൊന്നും ഇല്ലാത്തതുകൊണ്ട് തുണികളൊക്കെ ഇവിടെയാണ് തോരിടുക. ഒറ്റ റൂമല്ലേ ഉള്ളൂ, പേരണയായിട്ടുമില്ല. പൈസയുടെ നമുക്ക് രാവിലത്തെ നമുക്ക് റവ ഉപ്മാവ് വാങ്ങിക്കുക ഗായ്സ്. അപ്പം അതൊക്കെ ഉണ്ടാക്കണം. കൂടി കഴിഞ്ഞിട്ട് വരണം. നമുക്കൊന്ന് കുളിക്കാൻ വേണ്ടി പോകാനൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. മഴയൊക്കെ പെയ്ത് ഞങ്ങളുടെ അവസ്ഥ അതാണല്ലേ, നിറയെ വെള്ളം. ഇവിടെ വേണം പണ്ടുണ്ടാക്കാനിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്യുമ്പോൾ ഫുള്ള് വെള്ളം എപ്പോഴും മൊത്തം വെള്ളം ഇവിടേക്കൊക്കെ വെള്ളത്തിലൊക്കെ നിറയെ വെള്ളമാണ്. ഇവിടെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി ഒക്കെ മഴ പെയ്യുമ്പോഴും രാവിലെ ആണെങ്കിൽ നമുക്ക് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേനൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ മഴ പെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് പെരുന്ന ആയിക്കിട്ടല്ലേ. ഇവിടെയൊക്കെ ഇത് മണൽ കൊടുന്നത് ഒക്കെ സ്പേസ് ഇല്ലാത്തതൊക്കെ കൂടെ കൊണ്ടിട്ട് ആകെ അറങ്കോലായിട്ടാണ് കിടക്കുന്നത്. പെട്ടെന്ന് പേരൊക്കെ ആയിക്കിട്ടാൽ നിങ്ങളൊക്കെ ദ്വായും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. പ്രാർത്ഥന കുറച്ച് സ്വീകരിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയൊക്കെ വേണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളിപ്പോഴത്തെ ഈ മഴ പെയ്തപ്പോൾ ഉള്ളൊരവസ്ഥ. വീടൊന്ന് പെട്ടെന്ന് ആയിക്കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഹയറായിരുന്നു. ഞാൻ കോണിക്കൂടും ചിമ്മണിയും കൂടും കെട്ടാണ്ട് കെട്ടിക്കണു, പക്ഷെ അത് വാർത്തിട്ട് കാണുന്നു. അങ്ങനെ ഇതങ്ങനെ കെട്ടിക്കണു. മഴയൊക്കെ പെയ്ത് ഇവിടെ ഞങ്ങളൊരു കല്ല് കെട്ടില്ല, അതൊക്കെ ഇങ്ങനെ ആരോ തോട്ടി കെട്ടിക്കുന്നു. മഴയൊക്കെ പെയ്ത വെള്ളം ഇതിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. അങ്ങനെ ആയിട്ടേ ഉള്ളൂ. ഈ റൂം തേച്ച് രണ്ടാമത്തെ റൂം തേക്കാൻ നിന്നത് ഞാൻ പകുതി തേച്ച് കഴിയുമ്പത്തിന് ഇളച്ചനെ തേച്ചിരുന്നത് അതിൻ്റെ കയ്യിലൊക്കെ കെട്ടിയിട്ട് പിന്നെ നമുക്ക് കഴിച്ചില്ല. ഇനിയിപ്പോൾ വേറെ ആൾ വിളിക്കണം എന്ന് പറയുന്നത്. ഈ കോഴിക്കോട് ഉണ്ട്. ഇവിടെ സീറ്റിടണം. ഇവിടെ സീറ്റിട്ടിട്ടില്ല. കോഴിക്കോട് വരുന്നത് ഇവിടെ വാർക്കാനാണ്. വാർക്കണം, എന്നാലേ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് കയറാനും പറ്റുള്ളൂ. എല്ലാ പണി കഴിഞ്ഞിട്ടൊന്നുമല്ല, തൽക്കാലം ഈ നല്ല തേച്ചിട്ട് ആ ചുമ്മനും കോണിക്കൂടും കെട്ടിട്ടേക്ക് മാറണം എന്ന് വെച്ചിട്ട് അത്രയും ഇടങ്ങാറായിട്ടാണ് ഞങ്ങളവിടെ കഴിക്കുന്നത്. മഴയൊക്കെ പെയ്താൽ ഇനി കുട്ടികളെ കണ്ടു കുറേ കോഴിക്കുട്ടികളുണ്ട്, ചില കോഴികളുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സ്പേസ് ഇല്ല തീരെ. അതാണ് നമുക്ക് വാടക വീട്ടിലേക്ക് മാറാൻ തന്നെ അതിനുള്ളൊരു ബഡ്ജറ്റ് നമുക്കില്ല. മാസം മാസം ലോണും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ടുള്ള കടങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്താത്തതുകൊണ്ടാണ് നമ്മൾ വാടക വീട്ടിലേക്ക് മാറാത്തത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം, എത്രയും പെട്ടെന്നൊക്കെ വീടിന്ന് അയക്കൊന്ന് കയറി കിട്ടാൻ. നിങ്ങളെല്ലാവരും ദ്വായും പ്രാർത്ഥനയൊക്കെ വേണ്ടിയില്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ.